നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അർജന്റീന ലോകകപ്പിന്റെ സെമിഫൈനലിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് അർജന്റീന സ്വിറ്റ്സർലൻഡിനെ തകർത്തത്. എക്സ്ട്രാ ടൈമിലാണ് 2 ഗോളുകൾ വീണത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിയുകയായിരുന്നു. തുടർന്നാണ് എക്സ്ട്രാ ടൈം വേണ്ടി വന്നത്. കളിയുടെ ആദ്യത്തെ 10 മിനിറ്റിൽ 10ാമത്തെ മിനിറ്റിൽ മക്കാലിസ്റ്ററിലൂടെ അർജന്റീനയാണ് മുന്നിലെത്തിയത്. പിന്നീട് അങ്ങോട്ട് ആദ്യ പകുതിയിൽ ഗോളൊന്നും വീണില്ല. അർജന്റീന ഒരു ഗോളിന് മുന്നിട്ട് നിന്നതിന് ശേഷമാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. പിന്നീട് രണ്ടാം പകുതിയുടെ 67ാമത്തെ മിനിറ്റിൽ എൻഡോയെ സ്വിറ്റ്സർലൻഡിനെ അർജന്റീനയ്ക്കൊപ്പം എത്തിച്ചു. പിന്നീട് അതിനുശേഷം രണ്ടാമത്തെ പകുതിയിൽ ഉണ്ടായ ഏറ്റവും നാടകീയമായ കാര്യമെന്ന് പറയുന്നത് 72ാമത്തെ മിനിറ്റിൽ എംബോളയ്ക്ക് കിട്ടിയ ചുവപ്പ് കാർഡാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ എംബോളയ്ക്ക് കിട്ടിയ ചുവപ്പ് കാർഡാണ്. അദ്ദേഹം പാരഡൈസിനെതിരെ അർജന്റീന പാരഡൈസ് വീഴ്ത്തിയിട്ടു എന്ന് അഭിനയിച്ചതിനാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയത്. ആദ്യം റഫറി പാരഡൈസിന് മഞ്ഞക്കാർഡ് കൊടുക്കുകയും പിന്നീട് വാർ ചെക്കിലൂടെ അത് അഭിനയമായിരുന്നു എന്ന് മനസ്സിലാക്കി എംബോളയ്ക്ക് റെഡ് കാർഡ് കൊടുക്കുകയുമായിരുന്നു. എംബോളയ്ക്ക് നേരത്തെ മഞ്ഞക്കാർഡ് കിട്ടിയിരുന്നത് കൊണ്ട് അത് റെഡായി മാറുകയായിരുന്നു. എന്തായാലും അതിനുശേഷം സ്വിറ്റ്സർലൻഡ് അവരുടെ ആക്രമണം തീർത്തും കുറച്ചു. ഒടുക്കം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ മത്സരത്തിൽ 112ാമത്തെ മിനിറ്റിൽ ഹൂലിയൻ അൽവാരസ് രണ്ടാമത്തെ ഗോൾ അടിച്ചു അർജന്റീനയുടെ. പിന്നീട് 120ാമത്തെ മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ ആദ്യ മിനിറ്റിൽ ലൗത്താരോ മാർട്ടിനസിലൂടെ അർജന്റീന പട്ടിക പൂർത്തിയാക്കി. അങ്ങനെ 1-3 ഗോളുകൾക്ക് സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ച് അർജന്റീന സെമിഫൈനലിൽ എത്തിയിരിക്കുന്നു ലോകകപ്പിൻ്റെ.